ഫാമിലി വേറെ ഫ്രണ്ട്ഷിപ്പ് വേറെ. ഇത് പേഴ്സണൽ പ്രോബ്ലം സോൾവ് ചെയ്യാൻ എനിക്കറിയാം. പ്രശ്നമായെന്ന് മനസ്സിലായില്ല. എല്ലാം എങ്ങോട്ടേലും പോ. വേണ്ട സുഗൻ, പോകണ്ട. എനിക്ക് പോയേ പറ്റൂ. ഇനി ആരും എൻ്റെ കൂടെ നിൽക്കണ്ട. മനസ്സിലാക്ക്. പൊയ്ക്കോ സുഗൻ. നിന്നെ ഞാൻ ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ ചേച്ചിയെ പോലെ നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കത് സഹിക്കാനാവില്ല. ഞാൻ പോവാ. നിന്നോട് ഞാൻ തനിച്ച് പറയണോ? ഇനി ഇറങ്ങടാ. സോറി അടിയാ, ഇത്രയും നല്ല പ്രശ്നങ്ങളെല്ലാം നമ്മൾ ഒരുമിച്ചല്ലേ അനുഭവിച്ചത്. ഇപ്പൊ നിനക്കൊരു പ്രശ്നം വരുമ്പോൾ ഞാൻ നിന്നെ എങ്ങനെ ഒറ്റയ്ക്ക് അയക്കും? അതൊന്നും പറ്റില്ല, ഞാനും നിന്റെ കൂടെ വരും. എടാ പറഞ്ഞ നീ പറഞ്ഞ ശരി തന്നെയാ. ഫ്രണ്ട്ഷിപ്പ് വേറെ, ഫാമിലി വേറെ. പക്ഷെ ഫ്രണ്ടിന് ഒരു പ്രശ്നം വരുമ്പോൾ ആരായിരുന്നാലും ഫാമിലി വിട്ട് ഫ്രണ്ടിനൊപ്പം നിൽക്കൂ. നീ പോകാൻ പറഞ്ഞ ഉടനെ നിന്നെ വിട്ടിട്ട് പോവാൻ ഞങ്ങൾ നിന്റെ ഗേൾ ഫ്രണ്ട് ഒന്നും അല്ല, നിന്റെ ഫ്രണ്ട്സ് ആണ്. കൂടി വന്നാ നിന്റെ കൂടെ ചേർന്ന് ഞങ്ങളെയും കൊല്ലും അല്ലേ? വാടാ മച്ചു, നമുക്കൊരു കൈ നോക്കാം. എടാ നീ പറ എന്താ ചെയ്യേണ്ടത്? എനിക്കറിയില്ല അളിയ. പക്ഷെ എന്റെ ചേച്ചിക്ക് എന്തെങ്കിലും പറ്റിയ ഒന്നും സംഭവിക്കില്ല കൂടെയുള്ളത്. ഫോൺ ഹലോ, സുധിയുടെ ഫോൺ കൊടുക്ക. സുധിയോ? അങ്ങനെ ആരുമില്ലല്ലോ. നിങ്ങൾ സുധിയുടെ ഫോൺ കൊടുക്കാനാ പറഞ്ഞ. അളിയ കോൾ ട്രാക്കി. ഹലോ, ഞാൻ ആരാണെന്ന് നിനക്ക് മനസ്സിലായി കാണും. അതിബുദ്ധി കാണിച്ച് നിന്റെ ചേച്ചിയെ നിനക്ക് നഷ്ടമാകരുത്. വരദരാജനെ പറയുന്ന സ്ഥലത്ത് കൊണ്ടുവരണം. എവിടെ വരണമെന്ന് മാത്രം പറയേ. കുറച്ച് കഴിഞ്ഞ് ഞാൻ അറിയിക്കാം. എന്റെ ചേച്ചിക്ക് എന്തെങ്കിലും പറ്റിയാ അളിയ കിട്ടിയ. ഒരു നിമിഷം അവരെ നോക്കിക്കൊണ്ടിരിക്കുക. നമ്മളിൽ ആർക്ക് ഫോൺ വന്നാലും ട്രാക്ക് ചെയ്യാൻ പറയും. ആരടാ? വിജയ് കൃഷ്ണൻ. എന്താ വേണ്ടേ? വരദരാജനെ കൂട്ടിക്കൊണ്ടുവരാ. ചത്തുപോയാൻ എങ്ങനെ വിളിച്ചോണ്ടുവരും? ഇതുപോലുള്ള ആൾക്കാരെ കൊലപാതകം ചെയ്യാൻ വേണ്ടി സ്പെഷ്യലായിട്ട് ട്രെയിനിങ് ചെയ്തെടുക്കുന്നു. ഇവരെ ഹിറ്റ്മാൻ, അസസിൻ, വാടക കൊലയാളികൾ എന്നും പറയാം. വരദരാജനെയും ആരോ പറഞ്ഞതിന്റെ പേരിലാണ് കൊല ചെയ്തിരിക്കുന്നത്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ തൊഴിലിലുള്ള ശത്രുക്കളായിരിക്കും. അതുമാത്രമല്ല, ചില കോറി മുതലാളികളെയും ഞങ്ങൾ സംശയിക്കുന്നുണ്ട്. അവരെ ചോദ്യം ചെയ്തു വരികയാണ്. കുറ്റവാളികളെ പെട്ടെന്ന് തന്നെ പിടിക്കുന്നതായിരിക്കും. പിന്നെ ഹീറ്റ് വുമൺ കിഡ്നാപ്പ് ചെയ്തിരുന്ന സ്തുതിയുടെ പെങ്ങളെ റെസ്ക്യൂ ചെയ്തിരിക്കുകയാണ്. ആ ലേഡി താമസിച്ച സ്ഥലം സെർച്ച് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് എല്ലാ എവിഡൻസും കിട്ടിയിരിക്കുന്നു. ഈ കേസിൽ സ്തുതിയും കൂട്ടുകാരൻ നിരപരാധിയാണെങ്കിലും പോലീസിനെ ആക്രമിച്ചത്, പൊതുസ്വത്തുക്കൾ നശിപ്പിച്ചതിനുമെതിരെ ഇതുപോലുള്ള ചില കേസുകൾ അവരുടെ പേരിൽ ചുമത്തിയിരിക്കുന്നു. അതിനുള്ള ശിക്ഷ തീർച്ചയായിട്ടും അവർക്ക് ലഭിക്കുന്നതാണ്. ദാറ്റ്സ് ഓൾ. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ദിവസം എൻ്റെ അമ്മാവൻ വരദരാജന്റെ ശിലാസ്ഥാപനം നടത്തുന്നതിൽ അഭിമാനമുണ്ട്. ഈ ഇടയായി ഞങ്ങളുടെ വീട്ടിൽ ചില ദുഃഖകരമായ സംഭവങ്ങളുണ്ടായി. വിജയ് കൃഷ്ണ പേഴ്സണലായിട്ട് എല്ലാവരെയും വിളിക്കാൻ പറഞ്ഞിരിക്കുക. അല്ല സാർ, ഒരുപാട് ഇല്ല, നിങ്ങൾ രണ്ടുപേരും അകത്തേക്ക് പോകും. ഞാൻ വന്ന് ജോയിൻ ചെയ്തു. നിങ്ങൾ എന്തിനാ വെളിയിൽ നിൽക്കുന്ന? ഉള്ളിലേക്ക് വാ. ഇവരെ കൂട്ടിക്കൊണ്ട് പോകും. എൻ്റെ അമ്മാവൻ ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് കുടുംബങ്ങൾ അദ്ദേഹം കാരണം സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട്. സൗജന്യ ചികിത്സാ കേന്ദ്രം തുടങ്ങുവാൻ വേണ്ടി അദ്ദേഹം ഒരുപാട് പരിശ്രമിച്ചിരുന്നു. പക്ഷേ അതിനു മുമ്പ് അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു. ഇത് നമുക്കെല്ലാവർക്കും വലിയൊരു നഷ്ടം തന്നെയാണ്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ശില അദ്ദേഹത്തിന്റെ മൂത്ത മകളും എൻ്റെ ഭാര്യയുമായ രേവതി വിജയകൃഷ്ണനും അദ്ദേഹത്തിന്റെ ഇളയ മകൾ രോഹിണി വരദരാജനും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നതായിരിക്കും. അതിനായി അവരെ ക്ഷണിച്ചു. ഞാൻ വരുന്നില്ല. എഴുന്നേറ്റ് വരുന്നില്ലെന്ന് പറഞ്ഞു. അത് കൽപ്പനയല്ലേ? എല്ലാരും നോക്കല്ലേ? വാ. അവളിവിടെ എന്താ ചെയ്യുന്നത്? എന്താന്നറിയില്ലല്ലോ. ഹായ്. ഒരു മര്യാദയില്ലേ? മരണ വീട്ടിൽ വന്നു നിന്നോണ്ടാണോ നിന്റെ ഈ പണി? ദൈവമേ, നീ എന്താ ഇവിടെ വന്നേ? രോഹിണി എന്റെ ഫ്രണ്ടാ. ആരാ പിങ്ക് കളർ ഡ്രസ് ഇട്ടോ? ആ പെണ്ണിനെ എവിടെ കണ്ട പോലുണ്ടല്ലോ. നിന്റെ കളി തുടങ്ങിയോ? സീരിയസ് ആയിട്ട് പറ, ആ പെണ്ണിനെ എവിടെ കണ്ടിട്ടുണ്ട് ഞാൻ. അവള് പാവാടാ. ഇപ്പഴേ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയത്. എന്താ ശരീരത്തിന് സുഖമില്ല? ഏയ് അങ്ങനെയൊന്നുമില്ല. മനോവിഷമോ? എന്താ ഭ്രാന്തായിരുന്നു? ഒന്ന് ചുമ്മാരിടാ. വേറെ കുഴപ്പമൊന്നുമില്ല. പ്രേമനൈരാശ്യവാ. അതാ ഭ്രാന്ത് പിടിച്ചത്. നിന്നുണ്ടല്ലോ. എടി എന്താ പറ്റിയെന്ന് പറ. അത് പറയാൻ പറ്റില്ല. പറയടി. എന്റെ പൊന്നു, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക്.
അവൾ അവിനാഷ് എന്ന് പറഞ്ഞൊരു ചെറുക്കനെ പ്രേമിച്ചു. വീട്ടുകാരും അതിന് സമ്മതിച്ചില്ല. അതുകൊണ്ട് നാടുവിട്ടോടാൻ രണ്ടുപേരും ശ്രമിച്ചു. എന്നിട്ട് അച്ഛന്റെ ആൾക്കാരൊക്കെ വന്ന് അവരെ വളഞ്ഞു പിടിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പം അവിനാഷ് ആത്മഹത്യ ചെയ്തു എന്ന് പേപ്പറിൽ വന്നു. അതിന് കാരണം അവളുടെ അച്ഛനാണെന്ന് മനസ്സിലാക്കിയിട്ട് അച്ഛനുമായി വഴക്കിട്ട് വിഷം കുടിക്കാനുണ്ടായത്. എങ്ങോട്ടാ പോയെന്ന് പറഞ്ഞേ? കേരളത്തിൽ നിന്ന് ബാംഗ്ലൂരിലേക്കാ പോയത്. അവൾക്കപ്പോ കല്യാണം കഴിക്കാൻ താല്പര്യമില്ലായിരുന്നു. എന്നാൽ അവിനാഷിന്റെ ചേട്ടനാണ് അവളെ കൺവിൻസ് ചെയ്ത് എങ്ങനെയെങ്കിലും ഈ കല്യാണം നടക്കാൻ വേണ്ടി പരിശ്രമിച്ചു. നിങ്ങൾക്ക് എന്റെ അച്ഛനെ കുറിച്ച് അറിയില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്തെന്നിരിക്കും. ഞങ്ങൾ എല്ലാവരും ഒരുപാട് സഹായിച്ചു. പക്ഷെ വിചാരിച്ച പോലെ ഒന്നും നടന്നില്ല. അയ്യോ, ഈ ആവശ്യമില്ലാത്ത കാര്യത്തിൽ നമ്മൾ എന്തിനാണ് ഇടപെടുന്നത്? വന്നു, പങ്കെടുത്തു, പോയി, അത്രേ ഉള്ളൂ. എന്തു പറയുന്നു? എടാ ദേ അവിടെ ഇരിക്കുന്നില്ലേ, അയാളാണ് അവിനാഷിന്റെ ചേട്ടൻ. ആ വൈച്ചിട്ടിട്ടയാളോ? അതെ അതെ, അയാള് തന്നെ. ആരാ? ഒരു പോലീസുകാരൻ. പോലീസുകാരൻ? എന്താടോ ഒന്നും മനസ്സിലാത്ത പോലെ നിൽക്കുന്നേ? ഇപ്പഴാ കുറച്ച് മനസ്സിലായി വരുന്നത്. അളിയെ പോരെ. ശരിടാ. എന്താ? ആ അളിയാ പറയടാ. പാസ്പോർട്ടിൽ ഒരു പ്രൈവറ്റ് നമ്പർ ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് ചെക്ക് ചെയ്തോ നീ? അളിയ ഒരു മിനിറ്റ്. ഞാൻ അങ്ങോട്ട് വരാന്ന് പറഞ്ഞല്ലേ, നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ആരെങ്കിലും കണ്ടിരുന്നെങ്കിലോ? ഒരു മെയിൽ വന്നിട്ടുണ്ട്, ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം. അതല്ല ചേട്ടാ. എടാ അവിനാശേ, വണ്ടി വന്നടാ, ഓടിക്കോ. പ്ലീസ് അവനെ വിട്ടേക്ക്. കാശല്ല, ഞാൻ കൊടുത്തു വിട്ടേക്കാം, നീ പൊക്കോ. ഹലോ സുധൻ, എടാ നമ്പർ എഴുതാമോ? പറയടാ. 99406 34546. ഓക്കേടാ, 34546. ഹലോ. എന്താ സാറേ, നല്ല സന്തോഷത്തിലാണെന്ന് തോന്നുന്നു. അത്രയും വലിയ ആളെ കൊന്നു തള്ളിയേച്ച് സുഖമായിട്ട് ഇരിക്കുക അല്ലേ? ഇപ്പൊ അദ്ദേഹത്തിന്റെ പ്രതിമയ്ക്ക് കാവലല്ലേ? നീ ആരടാ? പറയാടാ, നീ ആദ്യം വീടിനകത്തേക്ക് വാ. വീടിനകത്ത് വന്നടാ, പറടാ, നീ ആരടാ? ഞാൻ ആരാണെന്നുള്ള നിൽക്കട്ടെ. ആദ്യം നീ ആരാണെന്ന് ഞാൻ പറയട്ടെ. വരദരാജന്റെ പെണ്ണിനെ നീ പറഞ്ഞിട്ട് സ്നേഹിച്ചില്ലേ അവിനാഷ്? അവന്റെ ചേട്ടനല്ലേ നീ? അവര് രണ്ടുപേരും സ്നേഹിച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പോ കല്യാണം കഴിക്കാൻ പറഞ്ഞ് ബാംഗ്ലൂരിലേക്ക് അയച്ചല്ലേ? കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ ഏത് അച്ഛനമ്മമാര് നോർമൽ ആകും, പ്രോബ്ലം ഒന്നും ഉണ്ടായില്ല. വഴിയിൽ ആരാണെന്ന് അറിയാൻ മേലത്തെ രണ്ടുപേരുടെ അടുത്ത് കുടുങ്ങിയപ്പോ പെട്ടെന്ന് പണക്കാരനാകാനുള്ള നിന്റെ പ്ലാൻ പാളി. വരദരാജൻ നിന്റെ അനിയനെ കൊന്നപ്പോ പകരം വിട്ടാൻ വരദരാജനെ കൊന്നു. അതേ സ്ഥലത്ത് വെച്ച് പ്ലാൻ ചെയ്ത് നിന്റെ അനിയനെ കുടിക്കവന്മാരെ വരുത്തി വരദരാജനെ കൊന്ന പഴി അവരുടെ തലയിൽ കെട്ടി. ഈ കാര്യമൊക്കെ നിനക്ക് എങ്ങനെ അറിയാം? എനിക്കിതൊന്നും അറിയില്ല. ഇപ്പൊ നീ ചോദിച്ച ചോദ്യം വെച്ചാ കൺഫേം ചെയ്തത്. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? നിന്റെ നേരെയുള്ള റൂമിലേക്ക് വാ. ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ട് എന്നെ ചുറ്റിച്ചല്ലേ? എല്ലാം ശരിയാ, നീ പറഞ്ഞതെല്ലാം 100% ശരിയാ. കാശിന് വേണ്ടി തന്നെ എൻ്റെ അനിയനെ കൊണ്ട് ഞാൻ പ്രേമിപ്പിച്ചത്. കല്യാണത്തിന് സമ്മതിക്കാത്തവളെ സമ്മതിപ്പിച്ച് അനിയന്റെ കൂടെ ബാംഗ്ലൂരിലേക്ക് അയച്ചു. എൻ്റെ അനുജനെ കൊന്ന വരദരാജനെ കൊല്ലാൻ ആമ്പൂരിലെത്തി ഞാൻ. അങ്ങനെ അനുജന്റെ ഫ്രണ്ടായ അവിനാഷ് മൂലമാണ് നിങ്ങൾ രണ്ടുപേരുമാണ് അവൻ കുടുങ്ങാൻ കാരണമെന്ന് മനസ്സിലാക്കി. വരദരാജന്റെ കീപ്പ് മായയെ യൂസ് ചെയ്ത് നിങ്ങളെ രണ്ടുപേരെയും റൂമിൽ കൊണ്ടുവന്ന് ഡ്രിങ്ക്സിൽ മയക്കുമരുന്ന് ചേർത്ത് കൊടുക്കാൻ ഞാൻ പറഞ്ഞു. എന്റെ പ്ലാനിങ്ങിന് തെറ്റുപറ്റാതെ അവളെ ഏൽപ്പിച്ച ജോലി അവൾ മനോഹരമായി ചെയ്തു. എന്നാൽ എൻ്റെ നല്ലതിനു വേണ്ടി നിന്റെ കയ്യിൽ തന്നെ തോക്ക് വെച്ചിട്ട് ഹോട്ടലിലുണ്ടായിരുന്ന CCTV ഫുട്ടേജ് എറേസ് ചെയ്ത് കളഞ്ഞു. നീ കളിച്ച നാടകത്തിലാണ് വരദരാജൻ മരിച്ചോന്ന് എനിക്കും സംശയമായത്. പക്ഷേ റിയാസിന്റെ സംശയം വിജയകൃഷ്ണന്റെ നേരെ ആയതുകൊണ്ട് ഞാൻ മിണ്ടാതെ ഇരുന്നു. എന്നാലും വരദരാജൻ ജീവനോടെ ഉണ്ടെങ്കിൽ അതെനിക്ക് ആപത്താന്ന് അറിയാമായിരുന്നു. അതുകൊണ്ട് സാക്ഷി ഇല്ലാതാക്കുവാൻ വേണ്ടി മായയെ തള്ളിയിട്ട് കൊല്ലിച്ചത് ഞാൻ തന്നെയാണ്. പിന്നെ നിന്നെയും കൊല്ലാൻ വേണ്ടിയാ നിന്റെ അനുജത്തിയെ പൊക്കിയിട്ട് വിജയകൃഷ്ണനായിട്ട് നിന്റെ അടുത്തും നീ പണം ചോദിക്കുന്നത് പോലെ വിജയകൃഷ്ണനോട് സംസാരിച്ച് രണ്ടുപേരെ ഒരേ സ്ഥലത്ത് എത്തിച്ചത്. പിന്നീട് അവളെ കൊല്ലേണ്ടി വന്നു. കേസിന്റെ ദിശ തന്നെ മാറി. എന്നെ ആർക്കും സംശയമില്ലായിരുന്നു. ഞാനും മിണ്ടാതെ ഇരുന്നു. പക്ഷെ നീ എങ്ങനെ അറിഞ്ഞടാ? എല്ലാം നീ കണ്ടുപിടിച്ചല്ലോ. ഞാൻ ചെയ്ത ഒരു തെറ്റെന്താണെന്നറിയോ? നിന്നെ ഒരു സാധാരണക്കാരനായി കണ്ടു ഞാൻ. അതുപോട്ടെ, ചത്തുപോയ വരദരാജനെ എങ്ങനെയാടാ കൊണ്ടുപോയത്? ആർക്കറിയാം.
പരസ്യമാണെന്ന് വിചാരിച്ച് കൊണ്ടുപോയതായിരിക്കാം. പക്ഷെ നിന്നെ വെറുതെ വിട്ടേക്കാന്നാ ഞാൻ വിചാരിച്ചത്. സമയം വൈകിട്ടില്ലടാ. എല്ലാ പഴിയും നിന്റെ തലയിൽ വെച്ച് ഞാൻ രക്ഷപ്പെടും. അതെങ്ങനെ ശരിയാവും വിക്രം? വെൽ ഡൺ സുധി.